പ്രിയപ്പെട്ട ഗായ്സ്, നമുക്ക് ഇന്ന് രാമക്കൽ മേട് എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഉണ്ട്. അത് സന്ദർശിക്കാൻ പോകാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. നല്ല വിശാലമായ റോഡാണ്, അതിമനോഹരമായ റോഡും നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. നമുക്ക് അല്പം മഞ്ഞുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പിലൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഇത് റിസോർട്ടാണ് പോകുന്ന വഴിയിലുള്ള, തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ രാമക്കൽ മേട് എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രം. ലേറ്റസ്റ്റായിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ 2 പ്രതിമ കാണാം. ഈ കല്ല് കൊണ്ടുണ്ടാക്കിയ 2 പ്രതിമയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. കുറവൻ കുറത്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ ബാക്കിൽ പല ഐതിഹ്യങ്ങളും പല ചരിത്രങ്ങളും ഉണ്ട്. നമുക്ക് ചുരുക്കം ചിലത് നോക്കാം. ഇതിന് 2 എൻട്രൻസാണ് ഉള്ളത്. ഒന്ന് മെയിനായിട്ടുള്ള എൻട്രൻസും ഒന്ന് ബാക്ക് സൈഡും. ഇത് നമ്മൾ മെയിനായിട്ടുള്ള എൻട്രൻസാണ്. ഇവിടെ ടിക്കറ്റ് വില 25 രൂപയാണ് ഒരാൾക്ക്. സീനിയർ സിറ്റിസൺ എന്ന് നമ്മൾ കൗണ്ടറിൽ പറഞ്ഞാൽ അല്പം ഇളവ് കിട്ടും. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽ മേട്. തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്തിനടുത്ത് 15 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽ മേട്. നിലക്കാത്ത കാറ്റിനാൽ സമ്പന്നമാണ് ഇവിടം. ഇന്ത്യയിലെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലവുമാണ് ഇത്. കൂടാതെ മണിക്കൂറിൽ ശരാശരി 32.5 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട്. ചില അവസരങ്ങളിൽ അത് മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെയാകും. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിൻ്റെ കേരളത്തിലെ 2ാമത്തെ സ്ഥലമാണിത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കുറുവൻ കുറത്തി പ്രതിമകളും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും കാണാം. പ്രസിദ്ധമായ ശ്രീരാമ ദുർഗ ഭഗവതി ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ജില്ല ഇടുക്കി, താലൂക്ക് ഉടുമ്പൻചോല, പഞ്ചായത്ത് നെടുങ്കണ്ടം, കരുണാപുരം. ഉയരം 981.07 മീറ്റർ. അടി വെച്ച് പറയുകയാണെങ്കിൽ 3218 അടി. മറ്റു ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അതുവഴിയും കയറാം. അങ്ങനെ 2 എൻട്രൻസ് ഇവിടെ ഉണ്ട്. 2ലും ടിക്കറ്റ് കൗണ്ടർ 2ലും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറിപ്പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ശില്പിയാണ്. ഇതിനകത്ത് കയറാനുള്ള സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് ടിക്കറ്റൊന്നുമില്ല. ഉള്ള ടിക്കറ്റിൽ കയറാം. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇതിനകത്ത്. നമുക്ക് മേലെ കയറിയിട്ട് അല്പം ഉയരത്തിൽ നിന്ന് ദർശിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ചുറ്റുഭാഗത്തുള്ള മലകളും കുന്നുകളും നല്ല അടിപൊളി കാറ്റ് വീശുന്നതും നമുക്ക് മേലെ നിന്ന് അല്പം ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ മേലെ കയറിയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ശില്പി ഉണ്ടാക്കിയ ആളുടെ പേരിവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കറങ്ങി നോക്കി. കാര്യമായിട്ട് ഒന്നും കാണാനില്ല. അവിടുന്ന് മേൽന്നുള്ള കാഴ്ചയാണിത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 പ്രതിമ ഇവിടെ ഇരിപ്പുണ്ട്. കുറവനും കുറത്തിയും. തൊട്ട മുമ്പിലൊക്കെ മലയാണ്, നല്ല ഉയരമുള്ള മലയാണ്. ഇത് തൊട്ടടുത്തുള്ള ഒരു ചെറിയ തടാകം, അതിനടുത്ത് ഭംഗിക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ച ഒരു തടാകം കാണാം. അതുപോലെ ഇതിവിടെ സഞ്ചാരികൾ ഇഷ്ടമായി വരുന്നുണ്ട്. ഇത് മെയിൻ എൻട്രൻസിൽ നിന്ന് വരുന്ന നേരിട്ടുള്ള വഴിയാണ്. അവിടെ നിന്ന് നേരെ വന്നിട്ട് നമ്മൾ ഈ ശില്പത്തിൻ്റെ അടിയിലേക്കാണ് കയറി വരുന്നത്. ഇത് നമുക്കിവിടെ കാണാം. ഇവിടെയാണ് അത് വന്ന് കയറുന്നത്. അതുപോലെ ഇവിടെ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. ഒരുപാട് സഞ്ചാരികൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരതിർത്തി തമിഴ്നാടാണ്. അത് നമുക്കിവിടെ താഴെ കാണാം. അവിടെ ലാസ്റ്റ് കേരള കടയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫോറസ്റ്റ് ഏരിയ ഒക്കെ തമിഴ്നാടിന്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെയുള്ള കാഴ്ചയും കാണാം. ഈ തൊട്ട മുമ്പിൽ കാണുന്ന മലയാണ്. ഇവിടത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതൊരുപാട് ദൂരെയുണ്ട്, അകലെയാണ് കാണുന്നത്. പക്ഷേ ഇവിടത്തേക്കുള്ള വഴി മറ്റൊരു ദിശയിൽ കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് അവിടുത്തെ ഒരു പഞ്ചായത്ത് ഓഫീസാണ്. പഴയ കെട്ടിടം ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. തൊട്ടടുത്ത് കാണുന്ന മലകളും. ഇത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ്. ഇതിപ്പോൾ പ്രവർത്തനമല്ല, ഇത് പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കയറിയിട്ടുള്ള ഒരു പകർപ്പ് ചിത്രമാണ്. അതാകുമ്പോൾ മുന്നിൽ കാണുന്ന റോഡാണ് ഇതിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. നമ്മളിപ്പോൾ ഇറങ്ങി ഇവിടെ നമ്മൾ നേരെ ഇനി താഴേക്ക് വരികയാണ്. താഴെ കാണുന്ന മെയിൻ റോഡാണിത്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ എൻട്രൻസ്. ഇവിടെ തൊട്ട് മുമ്പിൽ മല കാണാം. നമുക്ക് ഇനി പോകാനുള്ളത് ആ മലയിലേക്കാണ്.
ഇത് ടിക്കറ്റ് കൗണ്ടർ സഞ്ചാര. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി ഇവിടുന്ന് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. അടുത്ത പരിപാടി നാളെ നോക്കാം. അപ്പോൾ അവിടുന്ന് വരുന്ന റോഡാണ്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, വെയിൽ മങ്ങുന്നതനുസരിച്ച് തണുപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം, ബാക്കി കാര്യങ്ങൾ നാളെ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ സെൻറ്റർ. ഇവിടെ നിന്ന് നമുക്ക് ജീപ്പ് വിളിച്ചിട്ട് മേലോട്ട് പോകാം. ഇവിടെ ചെറിയ കയറ്റമാണ്. റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ്, നല്ല ക്ലിയറുള്ള റോഡാണ്. അതിൻ്റെ ആളുകളെ അഭിനന്ദനം നമ്മൾ അറിയിക്കണം. അത്രയും സൂപ്പർ റോഡാണ്. ഇത് രാമക്കൽമേട് ചെറിയ ടൗണാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു ടീ ഷോപ്പുണ്ട്. അതിന്മേൽ എഴുതിയിട്ടുണ്ട് കേരള ലാസ്റ്റ് ഷോപ്പ് എന്നാണ്. കേരളത്തിലെ ഇവിടുത്തെ നമ്മുടെ ബോർഡറിലെ ലാസ്റ്റ് ചായക്കടയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കടയാണ്, അത് ഈ കാണുന്ന കട. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങോട്ട് പോകുന്നത് തമിഴ്നാട്. നമ്മുടെ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബോർഡ് കാണാം, തമിഴ്നാട് ഫോറസ്റ്റിനാണ് ഈ ബോർഡ്. അതുപോലെ തന്നെ ഇവിടെ 2-3 കാര് നാട്ടിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ കാണാം ഇവിടെ കേരള ലാസ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കട കാണാം. ആ കട കേരളത്തിൻ്റെ അതിർത്തിയാണ് ഈ കട, ഈ ചായക്കട. നമുക്ക് ഇങ്ങോട്ട് വന്നാൽ തൊട്ടടുത്ത് നമുക്കിവിടെ കാല് കാണാം. ഈ കാല് ഇത് തമിഴ്നാട്, ഇപ്പുറം കേരളം. നമ്മളിരിക്കുന്നത് ബോർഡറിലാണ്. ഇവിടെ ഒരു കാലുണ്ട്. ഈ കാല് കഴിഞ്ഞ് നമ്മുടെ ബാക്കിൽ കാണുന്ന ബോർഡാണ് തമിഴ്നാട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ബോർഡ്. അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാട് തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്പുറം കേരളം, അപ്പുറം തമിഴ്നാട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അതോടൊപ്പം തന്നെ നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ട് ഈ തമിഴ്നാടിൻ്റെ ഈ മല കയറാം. മല കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.